ആചാരങ്ങളെന്ന് പറഞ്ഞാൽ ഒരു തരത്തിൽ ഗുരു നമ്മുടെ കൂടെ നടന്ന് നമ്മളെ കൈപിടിച്ച് നയിക്കുന്ന പോലെയാണ്. അപ്പോൾ അതിന് കളയാൻ നമുക്ക് എളുപ്പമാണ്. ഈ മാണിക്യം കളഞ്ഞിട്ട് കാക്കപ്പൊന്ന് വാങ്ങിച്ച് സമ്പാദിക്കാൻ നമുക്ക് എളുപ്പമാണ്. അമ്മ പറയാറുണ്ട്, കുട്ടിയുടെ കയ്യിൽ സ്വർണ്ണ നാണയം ചോക്ലേറ്റും വെച്ച് നീട്ടാണെങ്കിൽ കുട്ടി ചോക്ലേറ്റ് എടുക്കത്തുള്ളൂ. കാരണം സ്വർണ്ണ നാണയത്തിൻ്റെ മൂല്യം ആ കുട്ടിക്ക് അറിയാനുള്ള പ്രായമായിട്ടില്ല. അപ്പോൾ നമ്മളെ സംബന്ധിച്ചോളം ഈ സംസ്കാരം നമ്മുടെ ഋഷിമാർ നമുക്ക് തന്നതാണ്. ഋഷിമാരാണത് വളർത്തിയെടുത്തത്. ഈ ആചാരങ്ങളെല്ലാം ഉണ്ടാക്കിക്കിടുന്നത് ഋഷിമാരാണ്. ഈ ഋഷിമാരെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും തരത്തിൽ ഒരു പ്രതിഫലം കാംക്ഷിച്ചല്ല ഇതൊക്കെ ചെയ്തു. അവർ സ്വയം ത്യാഗം അനുഭവിച്ച് കാട്ടിലും മഞ്ഞിലും മഴയിലും എല്ലാം പോയിരുന്ന് വർഷങ്ങൾ തപസ് ചെയ്ത് ആ സത്യദർശനം നേടി, ആ സത്യദർശനത്തിൻ്റെ ആനന്ദാനുഭൂതി എങ്ങനെ ഈ ദുരിതം അനുഭവിക്കുന്ന ജനങ്ങൾക്ക് എത്തിക്കണം എന്ന് ചിന്തിച്ചിട്ട് അതിന് അവർക്ക് പറ്റുന്ന രീതിയിൽ നമുക്ക് നമ്മുടെ ജീവിത നിലവാരം മനസ്സിലാക്കി, നമ്മുടെ സ്വാർത്ഥതയൊക്കെ മനസ്സിലാക്കി, നമ്മുടെ പരിമിതികൾ മനസ്സിലാക്കി നമുക്ക് സാധിക്കുന്ന രീതിയിൽ എങ്ങനെ ഈശ്വരനായിട്ട് ബന്ധപ്പെടാൻ പറ്റും, അതിന് ആയിരക്കണക്കിന് മാർഗ്ഗങ്ങൾ അവരുണ്ടാക്കി തന്നിട്ടുണ്ട്. ഈ ആയിരക്കണക്കിന് മാർഗ്ഗങ്ങളുണ്ടെങ്കിലും നമ്മളതൊന്നും ഉപയോഗപ്പെടുത്തുന്നില്ല. ഞാനൊരു കുട്ടിക്കാലത്ത് കഥ കേട്ടിട്ടുണ്ട്. ഒരു കുറുക്കനും ഒരു പൂച്ചയും കൂടെ സംസാരിക്കുന്നൊരു കഥ. കുറുക്കനും പൂച്ചയും തമ്മിൽ കണ്ടുമുട്ടി കുശലങ്ങളെ പറഞ്ഞു. അപ്പം പ്രധാനപ്പെട്ട ഈ സാധാരണ ഈ ജീവികളുടെയൊക്കെ പ്രധാന പ്രശ്നമാണല്ലോ ശത്രുക്കളിൽ നിന്നിങ്ങനെ രക്ഷപ്പെടുക എന്നുള്ളത്. അപ്പോൾ കുറുക്കൻ പൂച്ചയോട് വെച്ച്, നീ എങ്ങനെയാണ് ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടുന്നത്? നിങ്ങൾക്ക് എന്തായാലും എത്ര വഴികളറിയാം ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാൻ? പൂച്ച പറഞ്ഞു, എനിക്ക് ആപ്പിടൊരു വഴി അറിയാമല്ലോ, ഏത് ശത്രു എന്നാലും ഞാൻ ഓടി മരത്തിൽ കയറും, അത് മാത്രമേ എനിക്കറിയാവൂ. കുറുക്കൻ ചിരിച്ചു, അങ്ങനെയൊന്നുമല്ല, ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാൻ എനിക്ക് ഒന്നും രണ്ടും ഒന്നുമല്ല, ആയിരക്കണക്കിന് മാർഗ്ഗങ്ങൾ എനിക്കറിയാം, ഒരുപാട് മാർഗ്ഗങ്ങൾ എനിക്കറിയാം. അപ്പം ഇങ്ങനെ കുറുക്കൻ ഇങ്ങനെ അഹങ്കാരം പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന സമയത്ത് തന്നെ ഒരു വേട്ടക്കാരൻ അത് വഴി വന്നു. പൂച്ചയ്ക്ക് ഇടമെല്ലാം നോക്കേണ്ട ആവശ്യമില്ല, പൂച്ചയ്ക്ക് ഒരു വഴി അറിയാവും. നേരെ പൂച്ച ഓടി മരത്തിൽ കയറി. കുറുക്കൻ ഏത് വഴി എങ്ങനെ രക്ഷപ്പെടണമെന്ന് ചിന്തിച്ചുകൊണ്ടിരുന്നതേ ഉള്ളൂ. 1000 വഴികളുണ്ടെങ്കിലും ആ സമയത്ത് കുറുക്കനൊന്നും ഉപയോഗപ്പെട്ടില്ല. കുറുക്കൻ വേട്ടക്കാരനെ ഇരയായി തീർന്നു. ഇതാണ് കഥ. വാസ്തവത്തിൽ ഇന്ന് സനാതന ധർമ്മത്തിന് സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഇതേ ദുർഗതിയാണ്, കുറുക്കൻ്റെ ഗതിയാണ് നമുക്ക് സംഭവിക്കുന്നത്. ഈ ആചാര്യന്മാർ ഋഷിമാർ ഇതെല്ലാം നമുക്ക് എഴുതി വെച്ചിട്ടുണ്ട്. ഇതെല്ലാ ആചാരങ്ങളും നമ്മൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതിൻ്റെ അർത്ഥതലങ്ങൾ പറഞ്ഞിട്ടുണ്ട്, വ്യാഖ്യാനങ്ങളുണ്ട്, എല്ലാം നമുക്കുണ്ട്. നമ്മളിതൊന്നും നേരെ ചൊവ്വേ പഠിച്ചിട്ടില്ല, ഒന്നും പ്രാക്ടീസ് ചെയ്തിട്ടില്ല, ഒന്നും നമ്മൾ ചെയ്യുന്നില്ല, അനുഷ്ഠിക്കുന്നില്ല ജീവിതത്തിൽ. ഇതൊക്കെ നമുക്കുണ്ട് എന്ന് മിഥ്യാഭിമാനത്തിൽ കഴിയാണ്. ഈ മിഥ്യാഭിമാനം നമ്മുടെ ജീവിതത്തിലൊരു പ്രശ്നം വരുമ്പോൾ അതിനെ നേരിടാൻ നമ്മളെ സഹായിക്കുന്നില്ല. മറ്റ് പല മതക്കാരെയൊക്കെ സംബന്ധിച്ചോളം അവർക്ക് ഒരു വഴി, ഒരു മാർഗം, ഒരു പുസ്തകം, ഒരു ആചാര്യൻ, ഒരു പ്രവാചകൻ കഴിഞ്ഞു. അവരുടെ വഴിയെ സംബന്ധിച്ച വ്യക്തതയുണ്ട് അവർക്ക്. അതുകൊണ്ട് ഗുണം ദോഷം എന്തെന്ന് പറയുന്നില്ല, താരതമ്യപ്പെടുത്താൻ പോകുന്നില്ല. എങ്കിൽ പോലും പറയുകയാണ്, നമുക്കിതെല്ലാം ഉണ്ട്. നമ്മുടെ പാരമ്പര്യത്തെക്കുറിച്ച് മിഥ്യാഭിമാനം കൊണ്ടു നടക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് നമ്മൾ അല്പം ചെറിയ ചെറിയ കാര്യങ്ങളെങ്കിലും നമ്മൾ അനുഷ്ഠിക്കുന്നു. ഒരു വിളക്ക് കത്തിക്കുക, എത്ര നിസ്സാര കാര്യങ്ങൾ, ചെറിയ കാര്യമാണ്. അല്പസമയം, ദിവസത്തിൽ അല്പസമയം നമ്മൾ അതിനുവേണ്ടി ചിലവാക്കുക. പക്ഷേ അത് ബോധത്തോട് ചെയ്യും. എന്തിനു വേണ്ടി ചെയ്യുന്നു, എങ്ങനെ ചെയ്യുന്നു, എങ്ങനെ ചെയ്യണം, ശരിയായ രീതിയിൽ ചെയ്യും. അപ്പോൾ ആ ഒരു ബോധം നമ്മൾ ഉണർത്തിയെടുത്ത് കൊണ്ടുവരണം. കാരണം ഭാരതത്തിൻ്റെ ശക്തി അതായിരുന്നു, ഭാരതത്തിൻ്റെ ചൈതന്യം അതായിരുന്നു. ഭാരതം എന്തുകൊണ്ട് ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ രാഷ്ട്രങ്ങളായിട്ടൊന്നും ആയിരക്കണക്കിന് വർഷങ്ങൾ നിലനിന്നു. നമ്മുടെ ചരിത്രം കുറഞ്ഞത്, ഏറ്റവും കുറഞ്ഞത് 5000 വർഷത്തെ ചരിത്രമാണ് നമുക്ക് പറയാനുള്ളത്, ഏറ്റവും കുറഞ്ഞത്. കാരണം പല രാജാക്കന്മാരും സ്ഥാനാരോഹണം ചെയ്യുമ്പോൾ അവർ പറയുന്നത് അവർ ഇത്രാമത്തെ വിക്രമ വർഷത്തിൽ അല്ലെങ്കിൽ യുധിഷ്ഠിര വർഷത്തിൽ ആണ് സ്ഥാനാരോഹണം ചെയ്യുന്നതാണ്. യുധിഷ്ഠിരന് ശേഷം ഇത്ര വർഷം കഴിഞ്ഞു, വിക്രമാദിത്യന് ശേഷം ഇത്ര വർഷം കഴിഞ്ഞു, കലിദിനം ഇത്രത്തെ കലിദിനത്തിലാണ് സ്ഥാനാരോഹണം ചെയ്യുന്നത്. കലി ആരംഭിച്ചിട്ട് ഭഗവാൻ സ്വർഗാരോഹണം ചെയ്തിട്ട്, ശ്രീകൃഷ്ണൻ സ്വർഗാരോഹണം ചെയ്തിട്ട് ഇത്ര വർഷം കഴിഞ്ഞു. ഇങ്ങനെ കൃത്യമായ കണക്കുകളാണ് നമ്മുടെ ആചാര്യന്മാർ നമ്മുടെ ഭാരതത്തിൽ സൂക്ഷിക്കപ്പെട്ടിട്ടുള്ളത്. ഇത് ഭാരതത്തിൽ ഒരിടത്തും മാത്രം സൂക്ഷിക്കപ്പെട്ടില്ല, ഒരു ഗ്രന്ഥത്തിൽ മാത്രം പറഞ്ഞിട്ടുള്ളതല്ല. ആയിരക്കണക്കിന് ഗ്രന്ഥങ്ങളിൽ, ഭാരതത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നുള്ള ഗ്രന്ഥങ്ങളിൽ, പല ശാസ്ത്രഗ്രന്ഥങ്ങളിൽ, ശാസ്ത്രഗ്രന്ഥം രചിക്കുമ്പോൾ ഇത്ര വർഷത്തിൽ രചിച്ചു എന്നുള്ള സൂത്രരൂപത്തിൽ അവർ എഴുതാറുണ്ട്. കടപയാതി രീതിയിൽ അക്ഷരങ്ങൾക്കുള്ളിൽ തന്നെ അക്കങ്ങളെ ഒളിപ്പിച്ച് അവർ സൂചിപ്പിക്കാറുണ്ട്. ഇത്രാമത്തെ വർഷത്തിലാണ് ഈ ഗ്രന്ഥം രചിച്ചത്, ഇന്ന ആളാണ് ആ ഗ്രന്ഥം രചിച്ചത്, അദ്ദേഹത്തിൻ്റെ ഗുരു ആരാണ്, ഇതൊക്കെ ശ്ലോകങ്ങളിൽ കൂടി അവരെ വ്യഞ്ജിപ്പിക്കാറുണ്ട്. അപ്പോൾ ഈ ഭാരതത്തിൻ്റെ ഒരു ചരിത്രം എന്ന് പറഞ്ഞാൽ ഇത്ര ആയിരക്കണക്കിന് വർഷങ്ങളാണ്. ഇതിനകത്ത് ഈ കഴിഞ്ഞ കുറച്ച് നൂറ്റാണ്ടുകളെ ആയിട്ടുള്ളൂ നമുക്ക് ഈ പറഞ്ഞുള്ള ഒരു തരത്തിലുള്ള ക്ഷയം, ഒരു തകർച്ച ഉണ്ടാവാൻ ഇടവന്നിട്ടുള്ളത്. വൈദേശികാധിപത്യമാണ് പ്രധാനപ്പെട്ട കാരണം. പക്ഷെ അതിലും പ്രധാനപ്പെട്ട കാരണം നമുക്ക് നമ്മുടെ സംസ്കാരമായിട്ടുള്ള ബന്ധം വിട്ടുപോയി. ആ സംസ്കാരത്തിൻ്റെ ബന്ധം വീണ്ടെടുക്കണം നമ്മൾ. അത് ഭാരതത്തിലെ പുതിയ
സർക്കാരിനെ കുറിച്ച് എല്ലാവരും പറയുന്ന ഒരു ആരോപണം അവൾ പഴയ വർണ്ണവ്യവസ്ഥയും ജാതി വ്യവസ്ഥയും എല്ലാം കൊണ്ടുവരാൻ പോകുന്നു, പഴമയെല്ലാം അടിച്ചേൽപ്പിക്കാൻ പോകുന്നു എന്നൊരു ആരോപണം ഉന്നയിച്ച് കേൾക്കാറുണ്ട്. ആരും ഒന്നും അടിച്ചേൽപ്പിക്കാൻ അല്ല ശ്രമിക്കുന്നത്. പഴമയിൽ നമുക്ക് നല്ല കാര്യങ്ങൾ, പ്രായോഗികമായിട്ടുള്ള കാര്യങ്ങൾ, ഇന്നത്തെ കാലത്ത് പ്രായോഗികമായിട്ടുള്ള കാര്യങ്ങൾ, തത്വങ്ങൾ കടഞ്ഞെടുക്കുക, അതുമാത്രമേ പറയുന്നുള്ളൂ, അതുമാത്രമേ ആവശ്യമുള്ളൂ, അതുമാത്രമേ നിലനിൽക്കത്തുള്ളൂ. അനാചാരങ്ങളും ദുരാചാരങ്ങളും ഇതിന്മേൽ അടിഞ്ഞു കൂടിയിട്ടുണ്ട്. ഒരു വസ്തു റോഡരിയിലിരിക്കുകയാണെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ പൊടി എന്തെല്ലാം വന്നാൻ്റെ മൂടും. അതുപോലെ നമ്മുടെ സംസ്കാരവും പൊടി പിടിച്ച് പോയി എന്നുള്ള സത്യമാണ്. പക്ഷേ പൊടി പിടിച്ച് പോയാലും അതിൻ്റെ മാറ്റിന് കുറവുണ്ടാകത്തില്ല. വൈരം ചെളിയിൽ വീണാലും അത് ചെളി പറ്റും, പക്ഷേ അതിൻ്റെ വിലയ്ക്ക് ഒരു പൈസയുടെ കുറവിലും ഉണ്ടാവില്ല. അപ്പോൾ അതുപോലെ ഈ ഋഷിമാരുടെ ത്യാഗത്തിൽ കൂടി തപസ്സിൽ കൂടി എടുത്ത ഈ അറിവിന് ഒരു കാലത്തും അതിൻ്റെ മൂല്യത്തിന് ക്ഷയം ഉണ്ടാകത്തില്ല. പക്ഷേ ആ മൂല്യം നമ്മൾ അറിയണം, തിരിച്ചറിയണം. അത് തിരിച്ചറിയണമെങ്കിൽ നമ്മൾ സ്വയം അനുഷ്ഠിച്ച് അതിൻ്റെ അനുഭവ ബോധ്യം ഉണ്ടാകണം. ഇത് പ്രയോജനമുണ്ട് എന്നറിയാൻ അനുഷ്ഠിച്ചല്ലേ പറ്റുള്ളൂ. നിങ്ങളൊരു കുറച്ച് നാൾ നാമം ജപിച്ച് നോക്കിയിട്ട് എന്തെങ്കിലും ഫലമുണ്ടോ എന്ന് പറയണം. അല്ലാതെ സ്വയം ഒന്നും അനുഷ്ഠിക്കാതെ ഇതൊക്കെ വെറും അന്ധവിശ്വാസമാണ്, അനാചാരമാണ്, എല്ലായിടത്തും ദൂരെ കളയണം, കടലിൽ കളയണം എന്ന് പറയുന്നതിനകത്ത് അർത്ഥമില്ല. നമ്മൾ ആദ്യം സ്വയം അനുഷ്ഠിച്ച് നോക്കുക, ഈ പറയുന്നതൊക്കെ ശരിയാണോ. ഒരു പരീക്ഷണം അങ്ങനെയാണല്ലോ, ശാസ്ത്രീയമായ രീതിയിൽ നമ്മളൊരു കാര്യത്തെ എങ്ങനെയാണ് വിലയിരുത്തുന്നത്. പരീക്ഷണം ചെയ്ത് നോക്കുക, പരീക്ഷണം ചെയ്തിട്ട് ആ ഫലം കിട്ടുന്നില്ല ഇങ്ങനെ ഉപേക്ഷിക്കുക, തെറ്റെന്ന് പറയുക. നമ്മൾ പരീക്ഷിച്ച് നോക്കുന്നില്ലല്ലോ. ഋഷിമാർ പറഞ്ഞ വാക്കുകൾ നമ്മൾ പരീക്ഷിച്ചേ നോക്കുന്നില്ല. പരീക്ഷിച്ച് പോലും നോക്കാതെ നമ്മളെങ്ങനെയാണ് ഒന്നിനെ നല്ലതോ ചീത്തയെന്ന് പറയുന്നത്. നമ്മൾ ആദ്യം പഠിക്കുക, പരീക്ഷിക്കുക, സ്വന്തം ജീവിതത്തിൽ പരീക്ഷിക്കുക.